വി.ഡി. സതീശൻ ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്തത്. പാർട്ടിയെ സ്നേഹിക്കുന്നവരെ പോലെയും വെറുപ്പിക്കരുത്. കുതന്ത്രങ്ങൾക്കും ഗ്രൂപ്പ് പോരുകൾക്കും അദ്ദേഹത്തിന്റെ കുതിപ്പിനെ തടയാനാവില്ല. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു പേര് മുഴങ്ങി കേൾക്കുന്നുണ്ടെങ്കിൽ ആ പേരിന് പിന്നിൽ കൃത്യമായ കണക്കുകൂട്ടുകളുടെയും അചഞ്ചലമായ നിലപാടുകളുടെയും ഒരു വലിയ കഥയുണ്ട്. മറ്റാരുമല്ല വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കുമ്പോൾ പലരും കരുതിയിരുന്നില്ല കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാരുടെ മനസ്സിലേക്ക് ഇത്ര വേഗത്തിൽ ഈ പേര് ആഴ്ന്നിറങ്ങുമെന്ന്. ഒരു കാലത്ത് പരിഹാസങ്ങൾക്കും നുണേശനെന്നും വിളികൾക്കും മുന്നിൽ തലകുനിക്കാതെ വസ്തുതകൾ നിരത്തി അദ്ദേഹം മറുപടികൾ നൽകി. എത്ര ലീഡ് ലഭിക്കുമെന്നും എത്ര സീറ്റ് ലഭിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ തികഞ്ഞ കണക്കുകൂട്ടലുകൾക്ക് മുമ്പിൽ പലപ്പോഴും പല ചാനലുകളും കളിയാക്കി വിട്ടിട്ടുണ്ട്. എന്നാൽ നിയമസഭയ്ക്കകത്തും പുറത്തും അക്കമിട്ട് നിരത്തിയ അദ്ദേഹത്തിന്റെ ഓരോ വാദങ്ങളും പിഴയ്ക്കാത്ത കണക്കുകൂട്ടലുകളായിരുന്നു. ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ സതീശന്റെ വാക്കുകൾ വിശ്വസിച്ച സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഉറച്ചു നിന്നു എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഒരു പുതിയ ലീഡർ പദവിയിലേക്ക് അദ്ദേഹം ഉയരുമ്പോൾ പതിവ് പോലെ ഗ്രൂപ്പിസത്തിന്റെ കുശുമ്പും കുന്നായ്മകളും പാരകളും തലപോക്കുന്നത് നാം കാണുന്നു. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലികൾക്കിടയിൽ പലരും മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. ഈ വിജയം യുവാക്കളെ ചേർത്ത് പിടിച്ച സതീശന്റെ വിജയമാണ്. കെ.സി. വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിയാകുന്നതിൽ ആർക്കും എതിർപ്പില്ലായിരിക്കാം. പക്ഷേ കേരളത്തിലെ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചപ്പോൾ അവരുടെ മനസ്സിൽ വി.ഡി. സതീശൻ എന്ന കരുത്തുറ്റ നേതാവിന്റെ ഒരു മുഖമുണ്ടായിരുന്നു. പ്രായം ചെന്ന നേതാക്കൾക്ക് അദ്ദേഹത്തിന്റെ വേഗതയോടും ശൈലിയോടും പൊരുത്തപ്പെടുവാനാവാത്തത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. എന്നാൽ കേരളത്തിലെ യുവാക്കൾ സതീശന്റെ യാത്രകളെയും പ്രസംഗങ്ങളെയും ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു. വാക്കുകൾ കൊണ്ട് എതിരാളികളെ നിശബ്ദനാക്കുന്നു. വികസനത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു ജനകീയ നായകൻ. അതെ, ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു കഴിഞ്ഞു. വി.ഡി. സതീശൻ എന്ന പേര് ഇന്ന് വെറുമൊരു രാഷ്ട്രീയക്കാരൻ്റെതല്ല, മറിച്ച് വരുംകാല കേരളത്തിന്റെ പ്രതീക്ഷയുടേതാണ്. കുതന്ത്രങ്ങൾക്കും ഗ്രൂപ്പ് പോരുകൾക്കും അദ്ദേഹത്തിന്റെ കുതിപ്പിനെ തടയാനാവില്ല. കാരണം അദ്ദേഹത്തോടൊപ്പം ഇന്ന് ജനങ്ങളുണ്ട്, പ്രത്യേകിച്ച് മാറ്റം ആഗ്രഹിക്കുന്ന യുവതലമുറ. ഇവിടെ വോട്ട് ചെയ്യാൻ പോയ പല വോട്ടർമാരും നിശബ്ദമായി തന്നെ പറയുന്നു, ചിലർ ശബ്ദത്തിൽ തന്നെ പറയുന്നു, വി.ഡി. സതീശൻ ഉള്ളതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്തത്. ഇനിയും ചർച്ചകൾ നിർത്തി സാധാരണക്കാരായ വോട്ടർമാരുടെ ഇടയിലേക്ക് പോയി ചർച്ചകൾ നടത്തൂ. നിങ്ങളുടെ പഴഞ്ചൻ ചർച്ചകൾ നടത്തി പാർട്ടിയെ സ്നേഹിക്കുന്നവരെ പോലെയും വെറുപ്പിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.